കട്ടോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? പിന്നെന്താ, പറഞ്ഞു തരാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി ഭൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. പിന്നെന്താ, ദാ കേട്ടോളൂ. നാട്ടുനോറ്റിട്ടൊരു നീലിറന്നു ഉണ്ണിക്കരയിലേക്കിങ്ങിനി പൊന്നു കൊണ്ടുണ്ണിക്കു കാലിൽ കുടക്കടുക്കൻ പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേരി കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് പാട്ടുകൾ പാടിയിട്ട് മാല തമ്പി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാൽ തേനരിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ട് തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തങ്ങളെ പൂന്തുട കട്ടിയുണക്കിയിട്ടു ചാഞ്ഞുമയക്കുന്നു നങ്ങേരി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാലും ഉറച്ചു കഴിഞ്ഞു, പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേരി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും കണ്ണീരൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. ഉണ്ണി പോണത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി! ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ. ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരളിൽ പൂന്നണയും പൊൻകതിൽ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞണയൂ കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ പൂത്തമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളിൽ പൂന്നണയും പൊൻകതിൽ വണ്ടോടിൻ വഴിയിലും നീലക്കല്ലോലകളിൽ മാന്തളിൽ തൂവെള്ളി ചെറുമുല്ല പൂമുനയാൽ പൂന്തണലിൽ ചെറുകാറ്റത്തിടയിൽ നെഴുതാതു ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞണയൂ പൂത്തമര ചോട്ടിയും ഉളിനെയും പെൺകൊടി ഓലയെഴുത്താണികളെ കാട്ടിരിതാ ഞാൻ കളവു കാട്ടിരിതാ ഞാൻ കളു. വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല. എവിടെ പോയി നങ്ങേരി നിന്നു തേങ്ങി ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവളെ വിളിച്ചു നടന്നു
നിലവേ നിശ്ചലം നിന്നുപോയി. കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ. പൂമരച്ചോട്ടി ഇരുന്നു പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ. പൂമാല കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖമേ തേങ്ങലുകൾ. പൂരിത ദുഃഖമേ തേങ്ങലുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവിടെ എന്തു ചെയ്തുന്നോ? ചോദിക്കാൻ നോക്കി ഭൂതം പേടിക്കാറങ്ങിനെ നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം കുട്ടി കണക്കങ്ങു നിന്നാളമ്മ. കാറ്റുതിയായിട്ടും ചെന്നു ഭൂതം കണ്ണീരൊക്കെ എടുത്താളമ്മ. അരിയായുത്തിയായും ചെന്നു ഭൂതം തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. പിന്നെ ഭൂതം എന്താ ചെയ്തേ? മണികളും കിഴികെട്ടി തന്നില്ല പൊന്നാരൻ കുത്തനെ ഞാനെടുക്കും. അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പുലരിച്ചെത്താമര പോലവേ ഭൂതത്തിൽ ിച്ചു തൊഴുതുരച്ചു. ഇതിലും വലിയതാണെന്റെ പൊന്നോമന അതിനെ തരികന്റെ ഭൂതമേനി. അമ്മയ്ക്കിപ്പൊ കണ്ണ് കാണില്ലല്ലോ. ഭൂതം വേറൊരു വിദ്യ എടുത്തു. കോലു പതിച്ചു ഭൂതം ചേലൊടു മന്ത്രം ജപിച്ചു ഭൂതം. മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം. മാക്കോടടുക്കേ നോദി ഭൂതം. അമ്മയെടുത്തിട്ടുമ്മ കൊടുത്തിട്ടഞ്ചിതമോദം. മൂർധാവിങ്കൽ തടകി തടകി പുൽകിയവാരെ വേറിട്ടൊന്നെന്നോദിയേറ്റാൽ പെറ്റവയറ്റിനെ വഞ്ചിക്കുന്നൊരു കൊട്ട ഭൂതമിതെന്നു കയത്താൾ താളം കൊണ്ടു വിലക്കേ കൊടിയൊരു ശാപത്തിനവൾ കൈകളുയർത്താൾ. അതല്ലേ കേൾക്കട്ടെ. ഞെട്ടിയിറച്ചു പതിച്ചു ഭൂതം കുട്ടിയെ വേഗം വിട്ടുകൊടുത്താൾ. അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനീ വേലി മറച്ചു തിരിക്കി. എന്നുടെ നേരെ ഓപമിതേറെ ഉദരുവെന്നെ നീക്കിടൊല്ലേ. നിന്നുടെ കണ്ണുകൾ മുൻപടിക നിന്നുടെ കുഞ്ഞിരു തന്നെ നോക്കി തൊഴുതു വിറച്ചേ നിന്നു ഭൂതം. ഒരു മടങ്ങിയടങ്ങി ഭൂതം. ഉണ്ണിയെ കിട്ടിയില്ലേ? അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവയ്ക്കറിയാം എന്റെ ഉണ്ണി
നീ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോൾ നീ വരണം. എന്റെ ഉണ്ണിയെ കാണാനും അവൻ ആനന്ദം പകരാനും ഞങ്ങൾക്ക് മംഗളേകാനും.